ടു രജാൻസ്. നമ്മുടെ സാരി വീഡിയോയിൽ നല്ല പ്രീമിയം ലുക്കുള്ളൊരു ഐറ്റം ആട്ടോ. സെമി മംഗൾഗിരി കോട്ടൺ ആണ്, അതായത് പ്യുവർ മംഗൾഗിരിയുടെ ഏകദേശം അതേ ലുക്ക് തന്നെ കിട്ടുന്ന ഒരു ഐറ്റം. നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ. ഞാൻ ഇത് കളേഴ്സ് ഓരോന്നിട്ട് കാണിക്കാം. ഇത് ഒറിജിനൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ച് വ്യത്യാസം അത്ര മനസ്സിലാവില്ല, അതേപോലെയാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ വൺ സൈഡ് ബോർഡർ. നല്ല കളർ കോമ്പിനേഷനാണ്, കോൺട്രാസ്റ്റ് മാച്ചിങ് നിൽക്കും. അപ്പോൾ ഇതൊരു ഗ്രീനാണ്, എൻ്റെ കൂടെ കോമ്പിനേഷനിൽ നല്ലൊരു മെറൂണിൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇത് താഴത്തെ ബോർഡറാണ് കേട്ടോ. ഒരു സൈഡിലെ ബോർഡർ ഇതുപോലെ വരും. ഇനി കോൺട്രാസ്റ്റ് ആയിട്ടല്ല, അതായത് സിൽവറിഷ് ഒരു ഓക്സിഡൈസ് ടൈപ്പ് കളർ, സിൽവർ അല്ല ഓക്സിഡൈസ് കളറാണ്. ബോർഡറിൻ്റെ ഡിസൈൻ ഇതാണ്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് സെയിം തന്നെ, ആ ഒരു ലൈൻ പോലത്തെ ഡിസൈൻ കേട്ടോ. നമുക്ക് ആ ഒരു മുന്താണിക്ക് വരത്തില്ല, അത് തന്നെയാണ് ബ്ലൗസിന് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലൗസ് താല്പര്യമാണെങ്കിൽ മെറൂൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഇത് കുറച്ചൊരു പാർട്ടി വെയർ ലുക്ക് കിട്ടും. ആ ഒരു ഒറിജിനലിൻ്റെ ഫീൽ തന്നെ ആ രീതിയിൽ തന്നെ ചെയ്തെടുത്തേക്കുന്നതുകൊണ്ടാണ്. ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഒരു ഒറിജിനൽ ഐറ്റത്തിൻ്റെ ആ ഒരു ഫീൽ തന്നെ ടച്ച് ചെയ്യുമ്പോഴൊക്കെ കിട്ടണേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ സോഫ്റ്റർ മെറ്റീരിയലാണ്. നമ്മുടെ ഒറിജിനൽ ജൂട്ടിലൊക്കെ ടച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും. ഒരുപാട് അങ്ങനെ കട്ടിയുള്ള സൈസല്ല, ഈ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവും കേട്ടോ. ചെറുതായിട്ട് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ഫീൽ തന്നെയാണ്. ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്കാണ്, പറ്റുന്നൊരു ഡ്രൈ വാഷേ ചെയ്യാവുള്ളൂ. പിന്നെ നമ്പർ വരുന്നത് AD 387, റേറ്റ് 1420 രൂപയുള്ളൂ, 1420. രണ്ടാമത്തെ ഷെയ്ഡ് ഇതും നല്ല ഭംഗിയാട്ടോ. അത്യാവശ്യം തെളിഞ്ഞ കളറാണ്, നല്ല ഡാർക്ക് നല്ലൊരു മജന്ത ഷെയ്ഡ്. ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത്. ബാക്കി ബോർഡറൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ അങ്ങനത്തെ മോഡൽ നോക്കുന്നവർക്കറിയാം. ഇതുണ്ടോ, മൊത്തത്തിൽ പിടിച്ചാൽ തന്നെ അതിന് വെയിറ്റേ ഇല്ല, അത്രയും ആ ഒരു ടൈപ്പ് നമുക്കൊരു സിൽക്കിൻ്റെയൊക്കെ ഫീൽ വരുന്ന ഒരു ടൈപ്പ് ഫാബ്രിക്കാണ്. മംഗൾഗിരി കോട്ടൻ്റെ തന്നെ ഒരു സിൽക്ക് മിക്സ് ആയിട്ട് വരത്തില്ല, ആ ഒരു ടൈപ്പ് ആട്ടോ. ഒറിജിനലിനൊക്കെ ഭയങ്കര റേറ്റ് വരുന്ന ഐറ്റമായത്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ ഇതുപോലെ വരും, ബ്ലൂവിൻ്റെ നല്ല കളർ കോമ്പിനേഷനല്ല. ബ്ലൗസ് കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ. ഈ ഒരു സിൽവർ ലൈൻസ് വരത്തില്ലേ, അതാണ് ബ്ലൗസ്. മൊത്തത്തിൽ അത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബ്ലൂവിൻ്റെ അകത്ത് സിൽവർ ലൈൻസ്. ഇതാണ് മുന്താണി പോർഷൻ. അപ്പോൾ വൺ സൈഡ് ബോർഡർ ആയത്, മറ്റേ സൈഡിൽ ഈ ഒരു ഓക്സിഡൈസ് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കളറിൻ്റെ കൂടെ തന്നെ ആ രസം എന്ന് പറയുന്നത് കാണാനായിട്ട് കളർ വ്യത്യാസം ഉണ്ടോ. നേരിട്ട് കാണാൻ നല്ല ഒരു മജന്തയാണ് കേട്ടോ. പിന്നെ നമ്പർ AD 393, റേറ്റ് 1420. അടുത്ത ഷെയ്ഡ് നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ. ബ്ലൂവും പിന്നെ ഒരു വൈൻ പോലത്തെ ഷെയ്ഡുമാണ് കോമ്പിനേഷൻ. ബ്ലൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്ന കുറച്ച് വേരിയേഷൻ കാണും കേട്ടോ. നേരിട്ട് കാണാനായിട്ട് ഇപ്പോൾ എന്താ പറയുക, തുരിശിൻ്റെയൊക്കെ ഒരു കോപ്പർ സൾഫേറ്റ് പോലത്തെ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതിലും എനിക്ക് നേരിട്ട് കാണാൻ കുറച്ചുകൂടെ രസമാണ്. ഒരു മിനിറ്റ്, ഇതാ ഇതുപോലെ കേട്ടോ. പിന്നെ കളറിന് നിങ്ങളുടെ അകത്ത് കാണുമ്പോൾ എന്തായാലും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. നേരിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഈ കളർ കോമ്പിനേഷൻ. നല്ല ബ്ലൂ കളറ്, ബോർഡറിൻ്റെ കളർ ഇതാ കേട്ടോ. മെറൂൺ മിക്സ്ഡ് വൈനാണ്, നോർമൽ വൈനല്ല. മുന്താണിയിലും ബ്ലൗസിനും സെയിം പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ആ ഒരു ബ്ലൗസ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും വീവിങ് ഇങ്ങനെയാണ് കേട്ടോ. അത് നമുക്ക് തയ്ച്ചിട്ട് വരുമ്പോൾ എന്നെ രസമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. നല്ല ഭംഗിയുള്ള ഐറ്റമാണ്, ഒരു സിൽക്കി ഫിനിഷാണ്. പിന്നെ ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡ്രൈ വാഷ് പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ ആ ഒരു സിൽക്ക് പോലത്തെ ഒറിജിനൽ സിൽക്ക് പോലെ ഇരിക്കുന്ന ഐറ്റംസ് നോർമൽ വാഷ് ചെയ്യാതിരിക്കും നല്ലത്. ഒരുപാട് പ്രൈസ് റേഞ്ച് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ 1500 ബിലോ റേഞ്ചേ ഉള്ളതെന്ന് പറഞ്ഞാലും കാണാൻ ഭയങ്കര ഗ്രാൻഡ് ലുക്കുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ AD 389, റേറ്റ് 1420. അത് ഈ ഒരു കോമ്പിനേഷൻ്റെ ഭംഗി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബ്ലാക്ക് ആൻഡ് നല്ലൊരു മെറൂൺ കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൻ്റെ മുന്താണിയൊക്കെ അടിപൊളിയാണ്, ഇതുപോലെ വരും. അപ്പോൾ ഇനി ബ്ലൗസ് സെയിം തന്നെയാണ് കേട്ടോ. ബ്ലൗസിനും ആ ഒരു സിൽവർ ലൈൻസിൻ്റെ ഡിസൈൻ തന്നെയാണ്. ബോർഡറിലോട്ട് വരുമ്പോഴത്തേനും അത് കൈക്ക് കൊടുത്താൽ മതി, നല്ല ഭംഗിയായിട്ട് നിൽക്കും. മെറ്റീരിയൽ കണ്ടല്ലോ അല്ലേ, ഞാനിത് പിന്നെ എടുത്ത് കാണിക്കുന്നത് സാധാരണ വരുന്ന പോലത്തെ ആ സെമി സിൽക്കിൻ്റെ നോർമൽ ഫാബ്രിക് അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഭയങ്കര സോഫ്റ്റ് ഫിനിഷുള്ള ഫാബ്രിക്കാണ്, കുറച്ച് ട്രാൻസ്പെറൻസി ഉണ്ടാവും അതിന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അത് ആ ഒറിജിനൽ ടൈപ്പ് തന്നെ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് ഇത് വരുന്നത്. ഒന്ന് വെച്ചുകൂടെ കാണിക്കാം. ബ്ലാക്ക് ഭയങ്കര രസം, അത് ഏതിൻ്റെ അകത്താണെങ്കിലും ബ്ലാക്കിന് ഭയങ്കര എടുപ്പാണ് കേട്ടോ. ഇതുപോലെ വരും. ബ്ലൗസ് ഇതുപോലെ വൺ സൈഡ് ബോർഡർ നല്ല വീതിയായിട്ട് വരും. ഇതിൻ്റെ നമ്പർ നോക്കണമെങ്കിൽ ഞാൻ നമ്പർ AD 392, റേറ്റ് സെയിം ആണ്, 1420. ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആട്ടോ. മുമ്പ് ഞാൻ കാണിച്ചില്ല, അതിൻ്റെ തന്നെ തിരിച്ച് ഉൾട്ട കോമ്പിനേഷൻ. നല്ല ബ്ലൂ നല്ല മെറൂണും കേട്ടോ. ഇതുപോലെ വരും. മുന്താണി കണ്ടല്ലോ, ഈ ഒരു കോമ്പിനേഷൻ. ബ്ലൗസും അത് തന്നെയാണ് കേട്ടോ. അവിടെ പോയി ഇതാട്ടോ ബ്ലൗസ്. ഇതിൻ്റെ വീതിയുള്ള ബോർഡർ ഇത്, വീതി കുറഞ്ഞ ബോർഡർ ഇത്. ഉടുത്ത് വരുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമ്പർ വരുന്നത് AD 391, റേറ്റ് 1420, 1420.